So far we have seen entropy as a function of temperature and pressure, entropy as a function of pressure, volume and temperature, as well as derivation of thermodynamic equation of state, gives free energy functions, and everything related to free energy functions. There is a significant term included in your syllabus, that is thermodynamic equation of state. So when you are asked thermodynamic equation of state, you have to give an introduction. That's what I have included in this video. Thermodynamic equation of state gives a relationship between thermodynamic function and the pressure, volume, temperature data. Okay, but any relationship that gives a relationship between thermodynamic function and the pressure, volume or temperature data is known as thermodynamic equation of state. Okay, so during the derivation of the entropy as a function of temperature and pressure, as well as entropy as a function of volume and temperature, we came across two such thermodynamic equations, and those are P is equal to T into dou P by dou T at constant volume minus dou U by dou V at constant temperature, as well as V is equal to T into dou V by dou T at constant pressure plus dou H by dou P at constant temperature. Okay, so this is just a short video to let you know that there is something called thermodynamic equation of state, and it is just a relationship between thermodynamic function and the PVT data. Okay. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിനെ കുറിച്ചാണ്. അതിൽ ക്ലാസ് 2-ലെ പാർട്ട് 1-ൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അതിനകത്തെ 14 മിനിറ്റ് 11 സെക്കൻഡിലുള്ള ഒരു ഇത് വേരിയേഷൻ ഓഫ് ഫ്രീ എനർജി വിത്ത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എന്നിട്ട് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ഡോ എ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയവും ഡോ എ ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറുമാണ്. അപ്പോൾ ഇത് ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജിയുടെ വേരിയേഷൻ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി കോൺസ്റ്റൻറ്റ് വോളിയം കണ്ടീഷൻസിലാണ്. അതിന് ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജിയുടെ എക്സ്പ്രഷനിൽ പ്രഷർ എന്നൊരു ടേം വരുന്നില്ല. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഹെഡിങ് വരേണ്ടിയിരുന്നത് വേരിയേഷൻ ഓഫ് ഫ്രീ എനർജി വിത്ത് ടെമ്പറേച്ചർ ആൻഡ് ദ പ്രഷർ എന്നായിരുന്നു. ടെമ്പറേച്ചർ ആൻഡ് വോളിയം എന്നായിരുന്നു. ഞാൻ ഹെഡിങ് എഴുതിയത് തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇത് ഡോ എ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇസ് ഈക്വൽ ടു മൈനസ് എസ്, ഡോ എ ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു മൈനസ് പി എന്നുള്ളത് വേരിയേഷൻ ഓഫ് ഫ്രീ എനർജി വിത്ത് ടെമ്പറേച്ചർ ആൻഡ് വോളിയം ആണ് കാണിക്കുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിൽ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് വന്നപ്പം വേരിയേഷൻ ഓഫ് ഫ്രീ എനർജി വിത്ത് ടെമ്പറേച്ചറും ഉണ്ട്, വേരിയേഷൻ ഓഫ് ഫ്രീ എനർജി വിത്ത് പ്രഷറും ഉണ്ട്. ഓക്കെ, അപ്പോൾ വേരിയേഷൻ ഓഫ് ഫ്രീ എനർജി എന്ന് മാത്രമേ നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സിലബസിൽ ഇവിടെ ഉണ്ടായിരുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ഫ്രീ എനർജി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ഫ്രീ എനർജി ഈ രണ്ട് കേസിലും വരുന്നുണ്ട്. പക്ഷേ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചിൻ്റെ കേസിൽ മാത്രമേ വേരിയേഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറും വരുന്നുള്ളൂ. വേരിയേഷൻ വിത്ത് പ്രഷർ വരുന്നുള്ളൂ. ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജിയുടെ കേസിൽ വേരിയേഷൻ വിത്ത് വോളിയാണ്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ സിലബസിൽ പറയുന്നില്ല, നമുക്ക് വേരിയേഷൻ വിത്ത് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജിയുടെ വേരിയേഷൻ വിത്ത് ടെമ്പറേച്ചർ മൈനസ് എസും ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചിൻ്റെ വേരിയേഷൻ വിത്ത് ടെമ്പറേച്ചർ മൈനസ് എസ്, രണ്ടിനും ഫ്രീ എനർജി ചേഞ്ചിൻ്റെ വേരിയേഷൻ മൈനസ് എസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്നുകൂടെ ഈ ക്ലിയർ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഫാക്ടേഴ്സ് തെർമോഡൈനാമിക് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റും വേരിയേഷൻ ഓഫ് ഫ്രീ എനർജിയും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ഫ്രീ എനർജിയാണ് സിലബസിലുള്ളതെന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോർട്ട് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും നോട്ട്സൊക്കെ എഴുതി സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ.